നമുക്ക് അടുത്ത പറയാനുള്ളത് ഡെസിമൽസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും. സിമ്പിൾ ആയിട്ട് അഡീഷനും സബ്ട്രാക്ഷനും പറഞ്ഞു തരാം, വാരി വലിച്ച് പറയുന്നൊന്നുമില്ല. ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കണ്ട, ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അഡീഷൻ ചെയ്യുന്ന സമയത്ത്, അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും ഡെസിമൽസിന്റെ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോളം ആയിട്ട് അറേഞ്ച് ചെയ്യണം. ആദ്യം നമ്മളെല്ലാം ആഡ് ചെയ്യാൻ കോളം ആയിട്ടല്ലേ അറേഞ്ച് ചെയ്യുന്നേ? അറേഞ്ച് ചെയ്തിട്ടല്ലേ ആഡ് ചെയ്യുന്നേ? അതായത് ഇപ്പൊ 52 ഓക്കെ 52 ആൻഡ് 61 ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ടെൻസിന്റെ പ്ലേസ് ഡയറക്റ്റ് നേരെ എഴുതും. വേണ്ട വേണ്ട എഴുതണ്ട. വൺസിന്റെ പ്ലേസ് നേരെ ഒരു കോളത്തിൽ എഴുതി, ടെൻസിന്റെ പ്ലേസ് വേറൊരു കോളത്തിൽ എഴുതി. അങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ആദ്യം വൺസ് ആഡ് ചെയ്യുന്നു അല്ലെ? 2 + 1 3, പിന്നെ ടെൻസ് ആഡ് ചെയ്യുന്നു 5 + 6 11. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഡെസിമൽസിന്റെ അഡീഷനും ചെയ്യുന്നത്. ഡെസിമൽസിന്റെ അഡീഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ 2.56 നോട്ടിൽ എഴുതണ്ട, ഞാൻ പറയുമ്പോ എഴുതിയാൽ മതി. 2.56 + 12.7 ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഹോൾ നമ്പർ പാർട്ട് നോക്കുക. ഓക്കെ, ഹോൾ നമ്പർ പാർട്ട് നോക്കാം. ഒന്നിൽ ആദ്യത്തെ നമ്പറിൽ, ആദ്യത്തെ ഡെസിമൽ നമ്പറിൽ വൺസ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തേതില് വൺസും ടെൻസും ഉണ്ട്. എന്നിട്ട് ഹോൾ നമ്പർ പാർട്ട് നമ്മൾ സാധാരണ ആഡ് ചെയ്യാൻ എഴുതുന്നത് പോലെ 2, 12 കോളമായിട്ട് അറേഞ്ച് ചെയ്തു. ഡെസിമൽ പോയിന്റ് ഒരു കോളത്തിൽ അറേഞ്ച് ചെയ്യാം. ഇനി 2.56 അതേപോലെ എഴുതി. 12.7 ആണ് അടുത്തത് എഴുതേണ്ടത്. 7 ഏത് പ്ലേസിലാ വരുന്നത്? 10th പ്ലേസിലാ വരുന്നത് അല്ലെ? 7 10th പ്ലേസിലാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് വേണം? 2.56 10th പ്ലേസ് ആയ 5 തൊട്ട് താഴെ അതേ കോളത്തിൽ വേണം 7 എഴുതാൻ. ഇനി 2.56 100th പ്ലേസിൽ 6 വരുന്നുണ്ട്. എന്നാൽ 12.7 100th പ്ലേസിൽ ഒന്നും വരുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. 0 ആഡ് ചെയ്താൽ അതിന്റെ വാല്യൂവിൽ വ്യത്യാസം വരില്ല. അപ്പോ എന്ത് ചെയ്യാം? നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഡെസിമൽസിൽ എത്ര സീറോസ് ആഡ് ചെയ്ത് കൊടുത്താലും ഡെസിമലിന്റെ വാല്യൂവിൽ ചേഞ്ച് വരില്ല. അപ്പൊ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ലൈക്ക് ഡെസിമൽസ് ആക്കിയിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. ലൈക്ക് ഡെസിമൽസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഡെസിമൽസ്, അൺലൈക്ക് ഡെസിമൽസ്. ലൈക്ക് ഡെസിമൽസ് എന്ന് വെച്ചാൽ ഡെസിമൽ പ്ലേസിൽ സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് വരുന്നതിനെയാണ് നമ്മൾ ലൈക്ക് ഡെസിമൽസ് എന്ന് പറയാം. ഇവിടെ 2.56 10th പ്ലേസിലും ഡിജിറ്റ് ഉണ്ട്, 100th പ്ലേസിലും ഡിജിറ്റ് ഉണ്ട്. എന്നാൽ 12.7 10th പ്ലേസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ഡെസിമൽ ആക്കാൻ വേണ്ടി 100th പ്ലേസിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ നോർമൽ അഡീഷൻ ചെയ്യാം. 6 + 0 6, 5 + 7 12 2 എഴുതുക, റിമൈനിങ് 1 തൊട്ടടുത്ത പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യാം. അതിനുശേഷം ഇവിടെ വരുന്ന ഡെസിമൽ പോയിന്റ് അതേ കോളത്തിൽ ഡെസിമൽ പോയിന്റ് ആയിട്ട് ഇടാം. എന്നിട്ട് ഹോൾ നമ്പർ പാർട്ടിലെ സാധാരണ ആഡ് ചെയ്യുന്നത് പോലെ 1 + 2 3, 3 + 2 5, 1 + 0 1, 15.26 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 3 ആഡ് ചെയ്യുന്നുണ്ടെങ്കിലോ
1.3, 17.2. എന്ത് ചെയ്യണം? കോളം സെയിം ആക്കിയിട്ട് എഴുതണം. 17.2, 3.09. നിങ്ങൾ ഇപ്പൊ ഒന്നും എഴുതണ്ട, നോട്ടിലേക്ക് ഒന്നും എഴുതണ്ട. ഞാൻ ഇതെല്ലാം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം, അത് നോക്കിയിട്ട് എഴുതിയെടുത്താൽ മതി. 3.09. ഇവിടെ മൂന്നാമത്തെ നമ്പർ ആഡ് ചെയ്യുന്ന മൂന്നാമത്തെ നമ്പറിൽ 2 ഡെസിമൽ പ്ലേസ് വരുന്നുണ്ട്. അപ്പൊ ഈ 3 നമ്പേഴ്സിനെയും ലൈക്ക് ഡെസിമൽസ് ആക്കാൻ വേണ്ടി ബാക്കി വരുന്ന 2 ഡെസിമൽസിന്റെയും റൈറ്റ് സൈഡിൽ ഓരോ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ആഡ് ചെയ്യാം. 0 + 0, 0, 0 + 9, 9, 3 + 2, 5. പോയിന്റ്, ഡെസിമൽ പോയിന്റ് അതേപോലെ ഇടാം. 1 + 3, 8, 1 + 7, 8, 8 + 3, 11. 1 ക്യാരി ഓവർ ചെയ്ത് തൊട്ടടുത്ത പ്ലേസിലേക്ക് 1 + 1, 2. 21.59 എന്ന് ആൻസർ കിട്ടും. ഇത് നിങ്ങളുടെ എക്സസൈസ് 2.5-ലെ ബി ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസ് 2.5-ല് ബി ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്തത് കേട്ടോ. ഇത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങൾ അത് നോക്കിയിട്ട് എഴുതിയെടുത്താൽ മതി. ഓക്കെ, എക്സസൈസ് 2.5 പേജ് നമ്പർ 73-ലെ എക്സസൈസ് 2.5 കണ്ടോ? അതിലെ ആഡ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് തന്നെ ആൻസർ എഴുതാൻ കൊടുത്തിരിക്കുന്ന ആഡ് എന്ന് പറയുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതിനകത്തെ ആദ്യത്തെ 4 എണ്ണം 1, 2, 3, 4. സബ് ക്വസ്റ്റ്യൻ 1, 2, 3, 4. ഒന്ന് ആൻസർ കണ്ടുപിടിച്ചേ പെട്ടെന്ന്. 0.2 + 0.3, 6.6 + 3.3, 0.04 + 0.40, 31.4 + 22.3. ഇത് 4 എണ്ണത്തിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി. First one 0.2 + 0.3. Answer 0.5. 0.5. Second one 6.6 + 3.3. 9.9. 9.9. Third one 0.04 + 0.40. 0.04. 0.44 അല്ലേ? നോക്കിയേ. 0.04 + 0.40, 0.44. Fourth one 31.4 + 22.3. 5.37. എത്രയാ ഒന്നുകൂടി പറഞ്ഞേ. 5.37. 3.7. ഓക്കെ, അത് പറയുന്ന സമയത്ത് ഹോൾ നമ്പർ 53 തന്നെ വായിക്കാം. 53.7. 53.7. നമ്മൾ ഡെസിമൽ പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് മാത്രമേ ഓരോ ഡിജിറ്റ് ആയിട്ട് വായിക്കേണ്ടതുള്ളൂ. ബാക്കി ഹോൾ നമ്പർ പാർട്ടിൽ വരുന്നത് അതുപോലെ തന്നെ വായിക്കാം. അപ്പൊ ആൻസർ 53.7. അപ്പൊ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ബാക്കി ഹോംവർക്ക് ചെയ്തു. ബാക്കി 4 എണ്ണം ടെക്സ്റ്റിൽ എഴുതാൻ സ്പേസ് ഉള്ളത് ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി. പിന്നെ സെക്കൻഡ് വൺ അറേഞ്ച് ഇൻ കോളംസ് ആൻഡ് ആഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടോ? ബി ക്വസ്റ്റ്യൻ. അത് നോട്ടിൽ എഴുതി ചെയ്യാം. ഓക്കെ, അതിന്റെ ഒരു എക്സാം
അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അതുപോലെ ആ ബാക്കിയുള്ള 5 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ ചെയ്തത് കേട്ടോ. ഏതാ ഇത്? മിസ്സേ ആ ഫസ്റ്റത്തെ ആൻസർ ഒന്നുകൂടി പറയൂ. ഫസ്റ്റത്തെ ആൻസറോ? ഏത് ആൻസർ? ആഡിന്റെ 0.2 + 0.3 ഓ? 0.5. ഇനി സബ്ട്രാക്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് സബ്ട്രാക്ട് ചെയ്യാനും. ആഡ് ചെയ്യാൻ നമ്മൾ കോളമായിട്ട് അറേഞ്ച് ചെയ്തത് പോലെ തന്നെ കോളമായിട്ട് അറേഞ്ച് ചെയ്യാം. നോർമൽ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സൈസ് 2.6 പേജ് നമ്പർ 74 കണ്ടോ? എക്സൈസ് 2.6 കണ്ടോ? അതിൽ ഫസ്റ്റ് ഫൈൻഡ് ദ ഡിഫറൻസ് യൂസിംഗ് ദ എക്സ്പാൻഡഡ് ഫോം. അത് വേണ്ട. സബ്ട്രാക്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ? 0.7 കോളമായിട്ട് അറേഞ്ച് ചെയ്യാം മൈനസ് 0.6. നേരത്തെ ആഡ് ചെയ്യാൻ വേണ്ടി കോളമായിട്ട് അറേഞ്ച് ചെയ്തത് പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാനും കോളമായിട്ട് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഡെസിമൽ പ്ലേസ് ആദ്യം സബ്ട്രാക്ട് ചെയ്യാം. 7ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 1 എന്ന് കിട്ടും. പോയിന്റ് അതേപോലെ എഴുതാം. 0 - 0 0 0.1. Second one 32.23 32.23 minus 1.12 1.12. എന്ത് ചെയ്യാം? ഡെസിമൽ പ്ലേസ് ആദ്യം സബ്ട്രാക്ട് ചെയ്യാം. 3 - 2 1 2 - 1 1 പോയിന്റ് അതേപോലെ ഇട്ടു. again 2 - 1 1 3 - 0 3 31.11. ഇത് എക്സൈസ് 2.6. ബിയില് 1 and 2. Then സബ്ട്രാക്ഷൻ പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ? മൂന്നാമത്തെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. 0.83 ടെക്സ്റ്റ് തന്നെ കണ്ടുപിടിക്കാം. 0.83 മൈനസ് 0. കിട്ടിയോ? 0.22 0.6. Okay, 0.3 minus 2 1 8 minus 2 6 0.61 എന്ന് വായിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഡെസിമൽ പോയിന്റ് ഡെസിമൽ പാർട്ടിൽ വരുന്ന ഡിജിറ്റ്സ് ഓരോന്നോരോന്നായിട്ട് തന്നെ വായിക്കണം. ഓക്കെ, 0.83 minus 0.22 is equal to 0.61. 0.61 എന്ന് തന്നെ വായിക്കണം. 0.61 എന്ന് വായിക്കരുത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാലോ. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ മണി, പ്രോഫിറ്റ് ആൻഡ് ലോസ്. മണി, പ്രോഫിറ്റ് ആൻഡ് ലോസ്. മണി നിങ്ങൾ പഠിച്ചതല്ലേ? മണി പഠിച്ചതല്ലേ? എന്തൊക്കെയാ മണിയിൽ പഠിച്ചേ?
കോയിൻസ് ഏതൊക്കെയാണെന്നറിയാം, കറൻസി നോട്ട്സ് ഏതൊക്കെയാണെന്നറിയാം അല്ലേ? അതിന്റെ കൺവേർഷൻ അറിയോ? കൺവേർഷൻ അറിയോ? റുപ്പീസിനെ പൈസയാക്കാനും പൈസയെ റുപ്പീസ് ആക്കാനും കൺവേർട്ട് ചെയ്യാൻ അറിയോ? പഠിച്ചിട്ടുണ്ടാവും. റുപ്പീസിനെ പൈസയാക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പൈസയെ റുപ്പീസ് ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ ചെയ്യാൻ. ഓക്കെ, റുപ്പീസിനെ പൈസയാക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പൈസയെ റുപ്പീസ് ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സസൈസ് 3.1 പേജ് നമ്പർ 75. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാലോ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2 0 ഉണ്ടെങ്കിൽ 2 0 ഒഴിവാക്കിയിട്ട് എഴുതുക. അല്ലാത്തതാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടാം, ഡോട്ട് ഇടാം, ഡെസിമൽ പോയിന്റ് ഇടാം. ഓക്കെ, 700 പൈസ convert into rupees. Exercise 3.1 B question. Convert into rupees. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 700 പൈസ is equal to എങ്ങനെ ചെയ്യാം? paise is equal to 700 by 100, 100 rupees. എത്ര വരും? Equal to 700 by 100, 7 rupees. 700 paise എന്ന് പറഞ്ഞാൽ 700 by 100 rupees, that is equal to 7 rupees. ഇനി 900 paise ആണെങ്കിലോ 900 paise is equal to 900 by 100 rupees is equal to 9 rupees. ഇത് നോട്ടിലേക്ക് എഴുതണ്ട, ഇത് ടെക്സ്റ്റ് തന്നെ എഴുതാൻ സ്ഥലമുണ്ടല്ലോ. 9 rupees. ഇനി 1000 പൈസ ആണെങ്കിലോ 1000 പൈസ is equal to 1000 by 100 rupees is equal to 10 rupees. Last one, 1275 paise is equal to 1275 by 100 rupees is equal to 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് 2 പ്ലേസ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 5 കഴിഞ്ഞ് 7 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടാം. 12.75 rupees. ₹12.75 rupees. ഓക്കെ, ഇനി പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാനോ? പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാനോ? എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. rupees 7.50 is equal to 7.50 into 100 paise is equal to 750 paise. Next,
12.50 rupees is equal to 12.50 into 100 is equal to 1250 paise. Next, 15.75 rupees is equal to 15.75 into 100 is equal to 1575 paise. Last one, 25.50 rupees is equal to 25.50 into 100 is equal to 2550 paise. Okay. ബാക്കി മണി അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, മണിയുടെ അഡിഷനും സബ്ട്രാക്ഷനും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് കുറെ ഹോംവർക്കും ഒക്കെ അല്ലേ ചെയ്യാൻ, അതൊക്കെ ചെയ്യാം. ടെക്സ്റ്റിൽ എഴുതാനുള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് പഠിപ്പിച്ചതൊക്കെ പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എഴുതാനുള്ളതൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അത് നോക്കിയിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. ബൈ. Okay, Miss. Bye, Miss. Thank you, Miss. Bye.